കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയൊരു യാത്രയായിരുന്നു കേട്ടോ അത്. മൈസൂരെന്നും പറഞ്ഞ് ഇറങ്ങിയ ഞങ്ങളാണ്. പക്ഷേ എത്തിയത് വേറൊരു സ്ഥലത്തായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ വയനാട് വഴിയാണ് ഇറങ്ങിയത്. എല്ലാ യാത്രയും പോലെ നമ്മൾ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് റൂമൊന്നും ബുക്ക് ചെയ്തിരുന്നില്ല. അങ്ങനെ നമ്മൾ വൈകിട്ട് 5 മണിയോടുകൂടി വയനാട്ടിലെത്തി. മുത്തങ്ങയുടെ അടുത്ത് റൂമും കിട്ടി. റൂമിലെത്തിയപ്പോൾ അപ്പവും അതും സ്ഥിരം കളിയിലേക്ക് കടന്നു. പിറ്റേന്ന് രാവിലെ നമ്മൾ ഫോറസ്റ്റൊക്കെ ക്രോസ് ചെയ്ത് മൈസൂർക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ ഹോട്ടലിലെ ഓണർ പറഞ്ഞ അനുസരിച്ച് മുത്തങ്ങയിലെ ബസ് സഫാരിക്ക് നമ്മൾ പോയി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും വലിയ ക്യൂ ആയിരുന്നു. 5 മണിക്ക് വന്നവരൊക്കെ ക്യൂവിലുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് 7:30 സ്ലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് കുറച്ച് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അതുകൊണ്ടാണെങ്കിൽ ഈ കാത്തിരിപ്പ് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ബസ് സഫാരിക്ക് പോയെങ്കിലും ഞങ്ങൾക്ക് വലിയ ഭാഗ്യമൊന്നും ഉണ്ടായില്ല. ഒരു ആനിമൽസിനെ കാണാൻ പറ്റിയില്ല. വീണ്ടും റൂമിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മൈസൂർക്കെന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തോന്നൽ, നമുക്ക് ഹിമവത് ഗോപാൽസ്വാമി ഹിൽസിലേക്ക് പോയാലോ എന്ന്. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി. ഭാഗ്യത്തിന് കുറച്ച് സൂര്യകാന്തി പൂക്കളൊക്കെ കാണാൻ പറ്റി. കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ഹിമവത് ഗോപാൽസ്വാമി റൂട്ടിലേക്ക് പോയി. അങ്ങനെ റോഡൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് നല്ല ടൈമാണ്, വലിയ തിരക്കൊന്നുമില്ല എന്ന്. പക്ഷേ അവിടെ എത്തിയ ഞങ്ങളെ എതിരേറ്റത് വലിയൊരു ക്യൂ ആയിരുന്നു. അന്ന് ബസ് സർവീസ് കുറവായതുകൊണ്ടും ആളുകൾ കുറച്ച് കൂടുതലായതുകൊണ്ടും ക്യൂ ഒന്നും മര്യാദയ്ക്ക് നീങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇനി അധികം നിന്നിട്ട് കാര്യമില്ല, തിരിച്ചു പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് ബന്ദിപ്പൂക്കളുടെയൊക്കെ ഒരു ഏരിയ കണ്ടപ്പോൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പൂൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്കെന്നാൽ പിന്നെ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കിയാലോ, ചിലപ്പോഴെങ്ങാനും കാണാൻ പറ്റിയാലോ, കയറാൻ പറ്റിയാലോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോയപ്പോൾ ഭാഗ്യത്തിന് ബസ് സർവീസ് അവർ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യൂ ഒക്കെ പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും മുകളിലേക്ക് പോയി. ഈ മുകളിലെത്തിയപ്പോൾ താഴത്തെ ക്ലൈമറ്റേ അല്ലായിരുന്നു. ചെറിയ ചാറ്റൽ മഴ, മഞ്ഞ്, കാറ്റ്, ഇതെല്ലാമായിരുന്നു. പിന്നെ അമ്പലത്തിൻ്റെ അകത്തേക്ക് ദർശനത്തിന് കയറാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ദർശനത്തിനൊന്നും നിന്നില്ല. നമ്മൾ നേരെ ആ വ്യൂവിലേക്ക് കടന്നു. അങ്ങനെ ചുറ്റോട് ചുറ്റും നമ്മൾ കുറേ നേരം നടന്നു. ആന കാണാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ദൂരെ കുറേ മാനുകൾ ഇരിക്കുന്നത് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. എന്നാലും പക്ഷെ ആ വ്യൂ അടിപൊളിയായിരുന്നു. അവിടുത്തെ ആകാശം, മരങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അവിടെ നിൽക്കാൻ തന്നെ. ശരിക്കും നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങി പോരാനേ തോന്നില്ല. അങ്ങനെ നമ്മൾ ആ വ്യൂവും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത്, മഴയാണെങ്കിലും ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരമൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് താഴേക്ക് പോകാനായിട്ടുള്ള ബസ് വന്നു. താഴെ കയറി പോകുന്ന പോലെ തന്നെ ക്യൂ നിൽക്കണം ഇറങ്ങി പോരാനും. അങ്ങനെ നമ്മൾ ക്യൂ നിന്ന് ബസ്സിലൊക്കെ കയറി നമ്മൾ തിരിച്ച് താഴേക്കെത്തി. താഴെ നമ്മൾ പിന്നെ നമുക്ക് തിരിച്ചു പോകാം എന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ താഴെ എത്തി. ഗുണ്ടൽപേട്ട് എത്തിയപ്പോഴത്തേക്കും അവിടെ നല്ല ആകാശം കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ വീണ്ടും വീട്ടിലേക്ക്. അങ്ങനെ വഴികൾ ഇനിയും ബാക്കിയാണ്, യാത്രകളും ഇനിയും ബാക്കിയുണ്ട്.